അപ്രഖ്യാപിത പവർ കട്ട് ഏർപ്പെടുത്തി ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന വൈദ്യുതി വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന KCB ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. മെഴുകുതിരി കത്തിച്ചും പാളവിശറി വീശിയുമാണ് പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. നാഷണൽ കോൺഗ്രസിൻ പ്രതിഷേധം നിങ്ങളറിഞ്ഞോ സോദരരെ, അപ്രഖ്യാപിത കറണ്ട് കട്ട് കേരളമാകെ ഊമ്പീര്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധം നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്ത്യ ഉദ്ഘാടനം ചെയ്തു. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും എന്തെന്ന് പോലും തിരിച്ചറിവില്ലാത്ത മന്ത്രിയാണ് വൈദ്യുതി വകുപ്പ് ഭരിക്കുന്നതെന്നും കൊടും ചൂടിനിടെ രാവും പകലും സംസ്ഥാനത്ത് അപ്രഖ്യാപിത പവർ കട്ട് ഏർപ്പെടുത്തിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എപ്പോഴും മെസ്സേജ് വരികയാണ്, എപ്പോഴാണ് മെസ്സേജ് വരുന്നതെന്ന് അറിയത്തില്ല. മെയിൻ്റനൻസ് ആണ്, ലൈൻ മെയിൻ്റനൻസ് ആണ്. ഒരിക്കലുമില്ലാത്ത മെയിൻ്റനൻസ് എങ്ങനെയാണ് കഴിഞ്ഞ 10-20 ദിവസമായി ഓരോ സെക്ഷനിലും ഉണ്ടാകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കറണ്ട് സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ നിർത്തലാക്കിക്കൊണ്ട് ആളുകൾക്ക് കറണ്ട് ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുകയാണ്. അത് ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ്. അത് പരിഹരിക്കപ്പെടണം. പരിഹരിക്കപ്പെടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്കും നിശ്ചയമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും എന്താണെന്ന് അറിയത്തില്ല. അദ്ദേഹം പറയുകയാണ് ചൂട് കൂടുകൊണ്ട് ട്രിപ്പായി പോകുകയാണ്. ചൂട് കൂടുമ്പോൾ ട്രിപ്പായി പോകുന്നത് നടത്താൻ വേണ്ടി ഒരു വകുപ്പ് മന്ത്രിയും വേണോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. അദ്ദേഹം ആവർത്തി പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പറഞ്ഞൊന്നും ഒപ്പിക്കാൻ പറ്റുന്നില്ല. ലോഡ് ഷെഡിങ് എന്താണ്, പവർ കട്ട് എന്താണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് സപ്ലൈ നടക്കാൻ പറ്റാത്തത്, സപ്ലൈ സിസ്റ്റത്തിൻ്റെ പോരായ്മ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു. ചൂട് കൂടുന്നതുകൊണ്ട് ട്രിപ്പായി പോകും എന്ന് പറയുന്ന അത്ര സാങ്കേതിക ജ്ഞാനം മാത്രമുള്ള ഒരു വകുപ്പാണ് ഇലക്ട്രിസിറ്റി ബോർഡെന്ന് നമ്മളാരും വിശ്വസിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വകുപ്പ് കൊണ്ട് എന്ത് കാര്യമാണ് ഇരിക്കുന്നത്? ചൂട് കൂടുമ്പോൾ വൈദ്യുതി പ്രവാഹം നിലയ്ക്ക് പോകുന്ന സാഹചര്യത്തെ നേരിടാൻ കഴിയാത്ത ഒരു വകുപ്പും അതിനൊരു കോർപ്പറേഷനും അതിന് കുറേ തലവന്മാരും ഒരു മന്ത്രിയും ബോർഡ് ചെയർമാനും സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥ വൃന്ദവും ഉണ്ടായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ജനങ്ങളോട് പറയാം. അതുകൊണ്ട് അടിയന്തര പരിഹാരം. പിണറായി വിജയനും മന്ത്രിമാരും മുതൽ ഇടത് സൈബർ പോരാളികൾ വരെ തിരഞ്ഞെടുപ്പ് കാലത്ത് കെട്ടിപ്പൊക്കിയ പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന പേരും നുണയുടെ കോട്ട പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അഴിമതി ലക്ഷ്യമിട്ട് വൈദ്യുതി ബോർഡിനെയും റെഗുലേറ്ററി കമ്മീഷനെയും ഉന്നതർ നടത്തിയ വഴിവിട്ട നീക്കങ്ങളാണ് വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് കേരളത്തെ എത്തിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ദീർഘകാലത്തേക്ക് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള കരാർ ഒപ്പിട്ടത്. ഈ കരാർ പിണറായി സർക്കാർ അഴിമതി ലക്ഷ്യമിട്ട് റദ്ദാക്കി. സാമാന്യ ബുദ്ധിയുള്ള ആരും ചെയ്യാത്ത നടപടിയായിരുന്നു ദീർഘകാല വൈദ്യുതി പർച്ചേസ് കരാർ റദ്ദാക്കൽ. ദീർഘകാല കരാറുകൾ തുടർന്നിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ അപ്രഖ്യാപിത പവർ കട്ട് ഒഴിവാക്കാമായിരുന്നു. ജനങ്ങളെ വെല്ലുവിളിച്ച് വൈദ്യുതി നിയന്ത്രണം തുടർന്നാൽ ശക്തമായ ബഹുജന പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്ന് EM അഗസ്ത്യ പറഞ്ഞു. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഷാജി വെള്ളമാക്കൽ, ബിജു പൊന്നാലി, PS മേരിദാസൻ, പൊന്നപ്പൻ അഞ്ചപ്ര, റൂബി വഴമ്പത്തോട്ടം, സന്തോഷ് ഒലിനാൽ, KT ജയൻ, ജോണി വടക്കേക്കര, അരുൺകുമാർ കാപ്പുകാട്ടിൽ, KS സജീവ്, KD രാധാകൃഷ്ണൻ, അലൻ C മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.